അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, വിശുദ്ധമായ റമളാനിൻ്റെ മൂന്നാമത്തെ പത്ത്, ആ മൂന്നാമത്തെ പത്തിലെ 22-ാം രാവിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ 22-ാമത്തെ നോമ്പാണ്, 22-ാമത്തെ ദിനമാണ്. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. ലൈലത്തുൽ ഖദ്റിനെ നമ്മൾ പ്രതീക്ഷിക്കണം. എപ്പോൾ? അവസാനത്തെ 10-ൽ മുഴുവനും. ഇന്നലെ 21-ാം രാവായിരുന്നു. ഇന്നലെ മാത്രമല്ല, ഇത് 22-ാം രാവാണ്. ചിലപ്പോൾ ഒറ്റ രാവുകളിലും ആവാം, അല്ലെങ്കിൽ ഇരട്ട രാവുകളിലും ആവാം. നബിതങ്ങൾ ഒറ്റ രാവിൽ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞിട്ടൊന്നുമില്ല, ആവാമെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ഇന്നത്തെ രാത്രിയിലും ആവാം. ലൈലത്തുൽ ഖദ്റിൻ്റെ പുണ്യം അല്ലാഹു നേടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിന് ദുആ മാത്രം പോരാ, കുറച്ച് ദിക്റും സ്വലാത്തൊക്കെ നമ്മൾ ചൊല്ലണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സദസ്സിൽ നമുക്ക് കുറച്ച് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ ചൊല്ലി ആ പുണ്യം മുഴുവനും നേടിയെടുക്കാം. അതിന് ഉതകുന്ന തരത്തിൽ ഇന്നത്തെ സദസ്സ് അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും നല്ല ശ്രദ്ധയോടുകൂടി നമ്മുടെ ദിക്റിൻ്റെ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ആദ്യമായി പറയാൻ പോകുന്നത് വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ പത്തിലെ എല്ലാ സമയത്തും ഒറ്റ രാവുകളിലും ഇരട്ട രാവുകളിലും മുഴുവൻ സമയങ്ങളിലും നമ്മൾ പറയേണ്ട 2 പ്രധാനപ്പെട്ട ദിക്റുണ്ട്. അതിൽ ആദ്യത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിൽ നിന്നും മോചനം കിട്ടാനും സ്വർഗപ്രവേശനം നമുക്ക് കിട്ടുവാനും നമ്മളോട് പറയാൻ പറഞ്ഞ ഒരു ദിക്ർ, അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. ആ ഒരു ദിക്ർ, നരകത്തിൽ നിന്നും അല്ലാഹുവെ മോചിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് കടത്തണേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് നരകമോചനവും സ്വർഗപ്രവേശനവും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ. എല്ലാവരും നല്ല മനസ്സാന്നിധ്യത്തോടു കൂടി പറയുക. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. اللهم أعتقني من النار وأدخلني الجنة يا رب العالمين. വിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ പത്തിൽ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ദിക്റുകളിൽ മറ്റൊന്നാണ് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും ആഫുവിനെ, മാപ്പിനെ ചോദിക്കുക. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി എന്നാണ് ആ ദിക്ർ. അല്ലാഹുവേ, നീ മാപ്പ് ചെയ്യുന്നവനാണ്, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് റബ്ബേ എനിക്ക് നീ മാപ്പ് തരണേ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇൻഷാ അല്ലാഹ് ആ ഒരു ദിക്ർ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം.
اللهم إنك عفو تحب العفو فاعف عني. 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 പരിപാവനമായ ഈ ഒരു രാവിൽ നമ്മളെല്ലാവരും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട രാവാണ്. കാരണം എന്നാണ് ലൈലത്തുൽ ഖദർ എന്ന് നമുക്ക് ആർക്കും ഉറപ്പായിട്ട് അറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് നമുക്ക് പറഞ്ഞു തന്നിട്ടുമില്ല. ലൈലത്തുൽ ഖദർ ആണെന്ന് നമുക്ക് സംശയമുള്ള, അല്ലെങ്കിൽ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഇന്നത്തെ ഈ രാവിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും അതിൻ്റെ പുണ്യം മുഴുവനും കിട്ടാൻ വേണ്ടി ഒരു ദിക്ർ എല്ലാവർക്കും ഒന്നിച്ച് പറയാം. അല്ലാഹു തആല ലൈലത്തുൽ ഖദറിൻ്റെ പുണ്യം നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ
ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം. പരിശുദ്ധമായ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനരാത്രങ്ങളിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കേണ്ട സമയങ്ങളിലൂടെയാണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. ലൈലത്തുൽ ഖദറുമായി ബന്ധപ്പെട്ട് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞിട്ടുള്ള പ്രതിപാദിച്ചിട്ടുള്ള സൂറത്തുൽ ഖദർ വളരെ ചെറിയൊരു സൂറത്താണ്. ആ സൂറത്ത് ഓതിയാലുള്ള പ്രതിഫലം നിരവധിയാണ്. ഒരുപാട് ശ്രേഷ്ഠതകൾ അത് ഓതുന്നവന് ശഫാഅത്ത് നിൽക്കുമെന്നാണ്. മാത്രമല്ല ആ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ മരണസമയം വളരെ റാഹത്തിലും സന്തോഷത്തിലുമാകും. ഒരുപാട് പുണ്യങ്ങൾ കിട്ടും. മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ടു ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിപ്രധാനപ്പെട്ട ഈ ഒരു സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് പ്രാവശ്യം ആ സൂറത്തുൽ ഖദർ ഒന്ന് ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇذനി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. بسم الله الرحمن الرحيم.
إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അല്ലാഹുവിൻ്റെ രണ്ട് ഇസ്മുകൾ ചേർത്തിട്ട് അല്ലാഹുവിലേക്ക് നമ്മൾ ഖൈറിനെ ചോദിക്കുന്ന ഒരു ദിക്റാണ്. അപ്പോൾ ഇസ്മുമാണ്, അതുപോലെ തന്നെ ദുആയുമാണ്. അത് രണ്ടും ചേർത്തിട്ടുള്ള ഒരു വാചകമാണ് ഇൻഷാ അല്ലാഹ് പറയാൻ പോകുന്നത്. എല്ലാവരും ഒന്നിച്ച് പറയാം കേട്ടോ. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. ആമീൻ. യാ ഹയ്യു യാ ഖയ്യൂം റബ്ബനാ ആതിനാ ഖൈറാ 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 യാ ഹയ്യു യാ ഖയ്യൂം റബ്ബനാ ആതിനാ ഖൈറാ. ഇനി പരിശുദ്ധമായ റമദാനിൻ്റെ ആദ്യം മുതൽ അവസാന സമയം വരെ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ അള്ളാഹുവിലേക്ക് പറയുന്ന 2 കാര്യം അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. രണ്ടാമത്തെ 2 കാര്യം അള്ളാഹുവിനോട് നമ്മൾ ചോദിക്കുകയാണ്. നമ്മൾ സാധാരണ പറയാറുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അള്ളാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒന്നിച്ച് പറയുക. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനൻ النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله
ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വിശുദ്ധമായ ഈ റമദാനിൻ്റെ അവസാനത്തെ പത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് അല്ലാഹുവേ നരകമോചനം തരണേ എന്നാണ്. നരകത്തിൽ നിന്നും മോചനം കിട്ടാൻ പല പല ദിക്റുകളും തസ്ബീഹുകളും മുത്തായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതിൽ അതിപ്രധാനമായ ഒരു ദിക്റാണ് നരകത്തിൽ നിന്നും അല്ലാഹു ഞങ്ങളെ നീ മോചിപ്പിക്കണേ എന്നർത്ഥം വരുന്ന ഒരു ദിക്ർ. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാലോ? അല്ലാഹുമ്മ അജിർനീ മിനന്നാർ അല്ലാഹുമ്മ അജിർനീ മിനന്നാർ اللهم أجرني من النار 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 اللهم أجرني من النار. നരകത്തിൽ നിന്നും മോചനം കിട്ടാൻ അള്ളാഹുവിലേക്ക് നമ്മൾ ചെയ്യേണ്ട ദിക്റുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുപാട് ദിക്റുകളുണ്ട്. സ്വർഗത്തെ ചോദിക്കണം. ഒരു മനുഷ്യൻ ഒരു ദിവസം നരകത്തെ തൊട്ട് 3 പ്രാവശ്യം കാവൽ ചോദിച്ചാൽ നരകം പറയും, പടച്ചോനെ അവനെ നീ എന്നിലേക്ക് പ്രവേശിപ്പിക്കരുതെന്ന്. സ്വർഗത്തെ നമ്മൾ 3 പ്രാവശ്യം ഒരു ദിവസം ചോദിച്ചാൽ സ്വർഗം പറയും, റബ്ബേ അവനെ എന്നിലേക്ക് കടത്തണമെന്ന്. അപ്പോൾ സ്വർഗം നമ്മളെ ആഗ്രഹിക്കുന്ന തരത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് സ്വർഗത്തെ ചോദിക്കണം. എങ്ങനെ? എല്ലാവരും ഒന്ന്
ഒന്നിച്ച് പറയുക. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ സ്വർഗം തരണേ എന്നർത്ഥം വരുന്ന ഒരു ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. വിശുദ്ധമായ റമദാൻ അവസാനത്തെ 10 എന്ന് പറഞ്ഞാൽ തന്നെ നരകത്തെ തൊട്ട് മോചനവും സ്വർഗത്തെ ചോദിക്കേണ്ട ദിവസങ്ങളാണ്, ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഒരു അതിപ്രധാനപ്പെട്ട ദിക്റുകളാണ് നമ്മൾ പറയുന്നത്. എല്ലാവരും ശ്രദ്ധയോടുകൂടി ഇരിക്കുക. ഏതാണ് ആ ദിക്ർ? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, 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 اللهم إني أسألك الجنة، 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 اللهم إني أسألك الجنة. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഈ മജ്ലിസിൻ്റെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ അള്ളാഹുവിൻ്റെ പേരുകൾ പറഞ്ഞ ഒരു മജ്ലിസാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. ഒരുപാട് പ്രതിഫലങ്ങൾ അള്ളാഹു നമുക്ക് തരുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് നമുക്ക് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈനിയും കൂടി ഓതിയിട്ട് നമുക്ക് ദുആയിലേക്ക് പ്രവേശിക്കാം. അത് നമ്മുടെ ഈ ഒരു ദുആക്ക് ഏറ്റവും കൂടുതൽ ഇജാബത്ത് കിട്ടാൻ, ദുആക്ക് ഉത്തരം കിട്ടാൻ വളരെയധികം സാധ്യത കൂട്ടുന്ന ഒരു കർമ്മമാണ്. നമ്മൾ ദുആ ഇറക്കുന്നതിന് മുമ്പ് ഫാത്തിഹായും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് 3 പ്രാവശ്യം, അതുപോലെ ഫലക്ക്, നാസ് ഓരോ പ്രാവശ്യം ഇത് ഓതിയിട്ട് ദുആ ഇറക്കുക. ഇത് നമ്മൾ ഈ ദിക്റിൻ്റെ മജ്ലിസിൽ മാത്രമല്ല, ഒറ്റക്ക് നിങ്ങളൊക്കെ ദുആ ഇറക്കുന്ന സമയത്തും ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. എന്നിട്ട് ദുആ ഇറക്ക്. നമ്മുടെ ദുആ അള്ളാഹു വേഗത്തിൽ സ്വീകരിക്കും. അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ മരണപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഹദിയയായിട്ട് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ ഓതുന്ന ഫാത്തിഹായും അതിൻ്റെ പ്രതിഫലവും അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. ആമീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر
شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إن شاء الله നമ്മളെല്ലാവരും ചൊല്ലിയ ദിക്റും സ്വലാത്തൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മളിനി ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി ഒരുപാട് സഹോദരിമാരും ഉമ്മമാരും ഒക്കെ നേരിട്ട് പറഞ്ഞും ഫോണിൽ വിളിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കമൻറ്റായൊക്കെ എഴുതിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ഇന്നത്തെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ദുആയിനെ നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങളെ അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا ملك الجبار يا രാജസയ്യിദായ അല്ലാഹ് റഹ്മാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ നാഥ. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചവരാണ്, ഒരുപാട് തെറ്റുപാടുകൾ ചെയ്തവരാണ്. എല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ മുത്ത് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സന്തോഷത്തോടു കൂടി ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ തരണേ അല്ലാഹ്. വിശുദ്ധമായ റമദാൻ മാസത്തിന്റെ 3-ാമത്തെ പത്തിലാണല്ലോ ഞങ്ങളുള്ളത്. അതിന്റെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങൾ ഞങ്ങളിലൂടെ കടന്നു പോവുകയാണ്. റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ നീ ബറക്കത്തിലും ഖൈറിലും ആക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഈ പരിശുദ്ധമായ റമളാനിൽ അതിന്റെ അവസാനത്തെ പത്തിൽ ഞങ്ങൾ നരകമോചനം ചോദിക്കുകയാണ്. നരകത്തിൽ നിന്നും മോചനം തരണേ അല്ലാഹ്. സ്വർഗത്തിലേക്ക് ഞങ്ങളെ എല്ലാവരെയും നീ സന്തോഷത്തോടു കൂടി കടന്നു പോവാനുള്ള തൗഫീഖിലാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ ഈ റമളാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ പ്രതികൂലമായി പോകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഇന്നത്തെ മജ്ലിസിൽ ദുആരക്കാൻ പറഞ്ഞ ഒരുപാട് സാധുക്കളായ ഉമ്മമാരുണ്ട്, ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരിമാര്, സഹോദരങ്ങൾ. റഹ്മാനെ അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാഹ്. രോഗങ്ങൾക്ക് ശിഫാ നൽകണേ അല്ലാഹ്. മാരകമായ അസുഖങ്ങൾ തന്ന് ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ നീ മാറ്റി തരണേ അല്ലാഹ്. ഒരുപാട് പേര് രോഗികളാണ്, ഹോസ്പിറ്റലിൽ കഴിയുന്നവരാണ്, വീടുകളിൽ കഴിയുന്നവരാണ്. റഹ്മാനെ സ്വന്തമായി മലമൂത്ര വിസർജനം ചെയ്യാൻ പോലും അത് വൃത്തിയാക്കാൻ പോലും കഴിവില്ലാതെ റഹ്മാനെ കിടന്ന കിടപ്പിൽ ഒരുപാട് നാളുകളായി നരകയാതന സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. റഹ്മാനെ അവർക്കെല്ലാവർക്കും നീ ഖൈർ എന്താണോ അത് നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ നോക്കി 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 അവസാനം ഈ വാപ്പ എന്താ മരിക്കാത്തത്, ഈ ഉമ്മ എന്താ മരിക്കാത്തതെന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരെ ഞങ്ങളെ ആരെയും നീ എത്തിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ എല്ലാവിധത്തിൽ കിടപ്പിലായി പോകുന്ന അസുഖങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാഹ്. മാരകവുമല്ലാത്തതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ടോ അവരെയും നീ കാക്കണേ അല്ലാഹ്. ഈ ആമീൻ പറയുന്ന പാവപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നീ കാക്കണേ റഹ്മാനെ. കമന്റ് എഴുതുന്ന ഒരുപാട് സാധുക്കളായ ഉപ്പമാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരങ്ങൾ, ഉമ്മമാര് എല്ലാവരെയും എല്ലാവിധ രോഗങ്ങളെ തൊട്ടും നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, സ്വന്തമായി വീടില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്, അതുപോലെ വാഹനമില്ലാത്തവരുണ്ട്, സ്വന്തമായി ഖൈറായ ഒരു ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ ഒരുപാട് ചെറുപ്പക്കാരികൾ ദ്വാരക്കാൻ പറഞ്ഞു. ഖൈറായ ഇണകളെ അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ ഗർഭിണികളായ ഒരുപാട് സഹോദരിമാർ, ഞങ്ങളുടെ കുടുംബാദി
ഉപാധികളിലുണ്ട്. റബ്ബേ അവർക്കെല്ലാവർക്കും നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ആൺ പെൺ സന്താനങ്ങളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി വളർത്തി തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, മക്കൾ കാരണം കണ്ണീര് കുടിക്കേണ്ടി വരുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. ഇന്ന് മക്കളൊക്കെ കഞ്ചാവിന്റെ അടിമയാണ്, മറ്റു മോശത്തരത്തിന്റെ അടിമയാണ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും അത്തരത്തിലുള്ള എല്ലാ ദുശീലങ്ങളെ തൊട്ടും കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാൻ 1 മുതൽ ഈ ദിവസം വരെ മുടങ്ങാതെ ഞങ്ങളുടെ ഈ മജ്ലിസ് കാണുന്ന, ഈ ദിക്റിന്റെ തസ്ബീഹിന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുപ്പമാര്, ഞങ്ങളുടെയും അവരുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്ക് ശിഫാ തരണേ അല്ലാ. മാനസികമായ സാമ്പത്തികമായ എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങൾക്കുള്ള സമ്പത്തിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. ഹലാലായ സമ്പത്ത് തരണേ അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളൊക്കെ റോഡിലൂടെ സഞ്ചരിക്കുന്നവരാണ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റ് വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ തന്ന് ഞങ്ങളുടെ ഈമാൻ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാർ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഖിദ്മത്തുകൾ ചെയ്യുന്നവരാണ്. അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉമ്മമാരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ ഭർത്താക്കന്മാരുടെ കച്ചവടങ്ങളിൽ നീ ഖൈറും സലാമത്തും ഏറ്റി കൊടുക്കണേ അല്ലാ. നാട്ടിലുള്ള ഞങ്ങളുടെ മക്കൾ, വിദേശത്ത് ജോലി ചെയ്യുന്ന മക്കൾ, റഹ്മാനെ എല്ലാവരുടെയും ജോലികളിൽ നീ സലാമത്തും ബറക്കത്തും കൊടുക്കണേ റഹ്മാനെ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ അവരുടെ മനസ്സിലുള്ള എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ അല്ലാ. സങ്കടങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഈ വിശുദ്ധമായ റമളാൻ, ഈ റമളാനിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള എന്തെല്ലാം സൽക്കർമ്മങ്ങളുണ്ടോ എല്ലാം നീ കബൂലാക്കണേ അല്ലാ. ഇന്നത്തെ മജ്ലിസിൽ ആരെല്ലാം ദുആ ചെയ്യാൻ പറഞ്ഞു, എല്ലാവരെയും നീ ഏറ്റെടുത്തവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ലൈലത്തുൽ ഖദ്റിന്റെ പുണ്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ പാപികളായ ദോഷികളായ ഈ പാവപ്പെട്ട ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. നരകമോചനം തരണേ അല്ലാ. സ്വർഗപ്രവേശനം തരണേ അല്ലാ. നിന്റെ മാപ്പ് ഞങ്ങൾക്ക് നീ തരണേ റഹ്മാനെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മുൻഗാമികൾ, അവരൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തിയത്, വലുതാക്കിയത്. റഹ്മാനെ, ആരെല്ലാം മരണപ്പെട്ടു പോയോ എല്ലാവർക്കും നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. ഫലസ്തീനിലെ, ഗസയിലെ, അതുപോലെ ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഒരുപാട് പ്രശ്നത്തിലാണ്, പ്രതിസന്ധിയിലാണ് മുസ്ലിമീങ്ങൾ. നിന്റെ സഹായം നീ തടഞ്ഞു വെക്കല്ലേ അല്ലാ. നിന്റെ സഹായം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ ഹിഫാദത്തിന്റെ മലക്കുകളെ കൊണ്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ, വിശുദ്ധമായ റമളാനിൽ ഒരുപാട് ഇബാദത്ത് ചെയ്തവരുണ്ട്. സുന്നത്ത് നിസ്കരിച്ചവര്, ഫർള് നിസ്കരിച്ചവര്, അതുപോലെ തന്നെ നോമ്പുകൾ ഒട്ടും മുടങ്ങാതെ പിടിച്ച ആളുകളുണ്ട്. ഒരുപാട് സക്കാത്ത് കൊടുത്തവര്, സ്വതക്ക കൊടുത്തവര്, ഹദിയ കൊടുത്തവര്, റഹ്മാനെ നോമ്പ് തുറപ്പിച്ച ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. ഇഅ്തികാഫ് ഇരുന്നവര്, ഖുർആൻ ഓതിയവര്, അല്ലാഹുവേ നല്ലത് പറഞ്ഞവര്, നല്ലത് കേട്ടവര്, എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. നീ റമളാനിന് അനുകൂലമാക്കണേ അല്ലാ. പ്രതികൂലമാകുന്നതിനെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, റമളാനിൽ ഞങ്ങൾ പരസ്പരം ഒരുപാട് സഹായിച്ചിട്ടുണ്ട്, സഹകരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾ നീ നിലനിർത്തി തരണേ അല്ലാ. കുടുംബത്തിൽ ഐശ്വര്യം നൽകണേ അല്ലാ. പിണക്കങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഇണക്കം തരണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ജഅൽ ഹാദാ ശഹ്റൽ അളീം റമളാന ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കട്ടെ, കബൂലാക്കട്ടെ. നാളെയും നമ്മുടെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്ലിസിന്റെ ലിങ്കുകൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.